വചനം 3 വാക്കർത്ഥം. വത്തഖദു അവർ ഉണ്ടാക്കി സ്വീകരിച്ചു, മിൻ ദൂനിഹി അവന് പുറമെ, ആലിഹത്തൻ പല ദൈവങ്ങളെ, ആരാധ്യന്മാരെ, ലാ യഖ്ലുഖൂന അവർ സൃഷ്ടിക്കുന്നില്ല, ഷൈഅൻ യാതൊന്നും ഒരു വസ്തുവും, വഹും അവരാകട്ടെ, അവരോ, യുഖ്ലഖൂന സൃഷ്ടിക്കപ്പെടുന്നു, വലാ യംലികൂന അവർ അധീനപ്പെടുത്തുന്നുമില്ല, ലി അൻഫുസിഹിം തങ്ങൾക്ക് തന്നെ, ദർറൻ ഉപദ്രവം, ദ്രോഹം, വലാ നഫ്അൻ ഉപകാരവും ഇല്ല, വലാ യംലികൂന അവർ അധീനമാക്കുന്നുമില്ല, മൗതൻ മരണത്തെ, വലാ ഹയാതൻ ജീവിതത്തെയും ഇല്ല, വലാ നുശൂറൻ പുനരുത്ഥാനത്തെയും ഇല്ല. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. അവനു പുറമെ പല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അവർ അഥവാ ആ ആരാധ്യന്മാർ യാതൊരു വസ്തുവും സൃഷ്ടിക്കുന്നില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുകയുമാകുന്നു. തങ്ങൾക്ക് തന്നെയും വല്ല ഉപദ്രവമാകട്ടെ ഉപകാരമാകട്ടെ അവർ സ്വാധീനമാക്കുന്നുമില്ല. അവർ മരണത്തെയാകട്ടെ ജീവിതത്തെയാകട്ടെ പുനരുത്ഥാനത്തെയാകട്ടെ അധീനപ്പെടുത്തുന്നുമില്ല. 3 വചനത്തിൻ്റെ വിശദീകരണം. അല്ലാഹു അല്ലാത്തവരെ ദൈവമാക്കുന്നതിൻ്റെ നിരർത്ഥതയ്ക്ക് 4 കാരണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ 4ൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിന്ന് ആ ദൈവങ്ങൾ ഒഴിവായിരുന്നുവെങ്കിൽ ആ അപവാദത്തെ ഒരു വിധത്തിലെങ്കിലും ന്യായീകരിച്ചു നോക്കാമായിരുന്നു. 1. അവയൊന്നുപോലും വല്ലതിനെയും സൃഷ്ടിച്ചുണ്ടാക്കുവാൻ കഴിവുള്ളവയല്ല. ആരാധ്യവസ്തുക്കൾ സൃഷ്ടിച്ചുണ്ടാക്കുവാൻ കഴിവുള്ളവരായിരിക്കേണ്ടതാണ്. 2. അവയാണെങ്കിൽ സൃഷ്ടികളാണ്. സൃഷ്ടികളെല്ലാം അന്യാശ്രയം കൂടാതെ കഴിയാത്തവരുമത്രേ. ആരാധ്യന്മാർക്ക് അന്യാശ്രയം ഒട്ടും അനുയോജ്യവുമല്ല. 3. മറ്റുള്ളവരുടെ കാര്യമിരിക്കട്ടെ, സ്വന്തം കാര്യത്തിലെങ്കിലും പരസഹായം കൂടാതെ ഒരു ഉപകാരപ്രദമായ സംഗതി ചെയ്യാൻ സാധ്യമാണോ? അതുമില്ല. എന്നാൽ പിന്നെ സ്വന്തം നിലക്ക് വല്ല ഉപദ്രവവും ചെയ്യാൻ കഴിയുമോ? അതും ഇല്ല. അല്ലാഹുവിൻ്റെ ഉദ്ദേശവും സഹായവും കൂടാതെ അവക്ക് ഒന്നിനും കഴിവില്ല. ഇങ്ങനെയുള്ള വസ്തുക്കളെ ദൈവമാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? 4. ജീവനുള്ളതിൻ്റെ മരണവിഷയമോ ജീവനില്ലാത്തതിൻ്റെ ജീവിതകാര്യമോ ഒന്നും തന്നെ അവയുടെ അധീനത്തിൽപ്പെട്ടതല്ല. മരണപ്പെട്ടവരെ രണ്ടാമത് ജീവിപ്പിക്കുവാനും അവക്ക് സാധിക്കുകയില്ല. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അധീനത്തിലും നിയന്ത്രണത്തിലും മാത്രം ഉൾപ്പെട്ടതാകുന്നു. എന്നിരിക്കെ അല്ലാഹു മാത്രമേ ഇലാഹായിരിക്കുവാൻ പാടുള്ളൂ, അതിനു മാത്രമേ ന്യായവുമുള്ളൂ.